സ്റ്റുഡൻസ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ വായുമർദ്ദത്തിലുള്ള വ്യത്യാസമനുസരിച്ച് രൂപപ്പെടുന്ന നിശ്ചിത മേഖലകളെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 7 മർദ്ദ മേഖലകളാണ് ഭൂമിയിൽ ഉള്ളത്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വായുമർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് രൂപപ്പെടുന്ന മേഖലകളാണ് ആഗോള മർദ്ദ മേഖലകൾ. അതായത് വായുമർദ്ദം കൂടിയ സ്ഥലം, വായുമർദ്ദം കുറഞ്ഞ സ്ഥലം എന്നിങ്ങനെയുള്ള വ്യത്യാസം അനുസരിച്ച് രൂപപ്പെടുന്ന നിശ്ചിത മേഖലകളാണ് ആഗോളമർദ്ദ മേഖലകൾ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഇവ പ്രധാനമായും 7 മർദ്ദ മേഖലകളാണ് ഉള്ളത്. നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 0 ഡിഗ്രി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 60 ഡിഗ്രി വടക്ക്, 60 ഡിഗ്രി തെക്ക് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം. 0 ഡിഗ്രി ഭൂമധ്യരേഖ ഭാഗം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 60 ഡിഗ്രി വടക്ക്, 60 ഡിഗ്രി തെക്ക് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പൊ നമുക്കിവയെ ഒന്ന് പരിചയപ്പെടാം. ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇവിടെ സൂര്യപ്രകാശം ലംബമായാണ് പതിക്കുന്നത്. സൂര്യപ്രകാശം ലംബമായാണ് ഇവിടെ പതിക്കുക. അപ്പൊ ഇവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലോട്ട് വികസിക്കും. അതുകൊണ്ട് ഇവിടെ വായുമർദ്ദം കുറവായിരിക്കും. വായു ചൂട് പിടിച്ച് മുകളിലോട്ട് വികസിച്ചതുകൊണ്ട് ഇവിടെ വായുമർദ്ദം കുറവായിരിക്കും. അതായത് ലോ പ്രഷർ റീജിയൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇവയെ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. വായുവിന്റെ മർദ്ദം കുറവായിരിക്കും, അതുകൊണ്ട് ന്യൂനമർദ്ദ മേഖല എന്ന് പറയും. ഭൂമധ്യരേഖ 0 ഡിഗ്രി വരുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലോട്ട് വികസിക്കുന്നത് കൊണ്ട് ഇവിടെ വായുവിന്റെ മർദ്ദം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ന്യൂനമർദ്ദ മേഖല എന്ന് അറിയപ്പെടുന്നത്. ഈ ഭാഗത്ത് സൂര്യപ്രകാശം വർഷം മുഴുവൻ ലംബമായി പതിക്കുന്നു. അതിനാൽ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇത് ഭൂമധ്യരേഖ പ്രദേശത്ത് കുറഞ്ഞ വായുമർദ്ദം അനുഭവപ്പെടാൻ കാരണമാകും. അപ്പോൾ ഓർത്തു വെക്കണം, ഭൂമധ്യരേഖ പ്രദേശത്ത് വായുമർദ്ദം കുറവാണ്. അപ്പോൾ ആ ഭാഗത്തെ പറയപ്പെടുന്ന പേരെന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അതായത് നമുക്ക് ചിത്രം നോക്കി അറിയാം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക് ഇരു അർദ്ധഗോളങ്ങളിലും 30 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. 30 ഡിഗ്രി അക്ഷാംശത്തിലാണ് ഇത് കാണുന്നത്. 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക്. അപ്പൊ ഇവിടുന്ന് വായു ഇങ്ങോട്ട് ഉയരുമല്ലോ. അപ്പൊ ഇവിടെ ഉച്ചമർദ്ദ മേഖലയാണ്. ഇവിടെ മർദ്ദം കൂടുതലാണ്. അത് മാത്രല്ല, മധ്യരേഖ പ്രദേശത്ത് നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് വായു ചൂട് പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇവിടെ മർദ്ദം എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. മധ്യരേഖ പ്രദേശത്ത് നിന്ന് ഉയർന്നു പോയ വായു തണുത്ത് ഈ ഭാഗത്ത് താഴേക്ക് പതിക്കുന്നു. വായു താഴേക്ക് അമരുന്നതിനാൽ ഇവിടെ മർദ്ദം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇത് മധ്യരേഖ പ്രദേശം. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ചൂട് പിടിച്ച് പൊന്തിയ വായു,
ഇതിവിടെ നല്ല ചൂടാണല്ലോ, സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ചൂടാ. അപ്പൊ ഇവിടുന്ന് ചൂട് പിടിച്ച് മുകളിലേക്ക് പൊന്തിയ വായു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലെത്തുമ്പോൾ തണുക്കും. അതായത് വായു തണുത്ത് ഈ ഭാഗത്ത് താഴേക്ക് പതിക്കും. അതായത് ഇവിടെയുള്ള വായു തണുത്ത് ഈ ഭാഗത്ത് താഴേക്ക് പതിക്കും. അതായത് വായു തണുക്കുമ്പോൾ എന്ത് ചെയ്യും, അതായത് ചൂട് പിടിച്ച വായുവാണ് മുകളിലോട്ട് പോകുന്നത്. ചൂട് പിടിച്ച വായുവാണ് മുകളിലോട്ട് പൊന്തിയത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ചൂട് പിടിച്ച വായുവാണ് മുകളിലേക്ക് പൊന്തിപ്പോയത്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്ക് പോയത്. ഈ വായു ഇവിടെ എത്തുമ്പോഴത്തേക്ക് തണുക്കും. വായു തണുത്താൽ ഈ വായു ഇവിടെ വെച്ച് കണ്ടൻസ് ചെയ്യും. തണുത്ത വായു ഇവിടെ കൂടിച്ചേരും, അത് താഴോട്ടിറങ്ങും. പൊന്തിയ വായു ഇവിടെ എത്തുമ്പോഴത്തേക്ക് തണുക്കും. അപ്പോൾ ഇവിടുന്ന് അത് താഴോട്ടിറങ്ങും. അപ്പോൾ ഇവിടെ മർദ്ദം എന്തായിരിക്കും, ഇവിടെ അമരുന്നത് കൊണ്ട് ഇവിടെ മർദ്ദം കൂടുതലായിരിക്കും. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ മർദ്ദം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് ഭാഗവും ഉച്ചമർദ്ദ മേഖല എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്കക്ഷാംശം, 60 ഡിഗ്രി തെക്ക് അക്ഷാംശം. അപ്പൊ 60 ഡിഗ്രി അക്ഷാംശത്തിന് അടുത്തായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് ന്യൂനമർദ്ദ മേഖലയാണ്. അതായത് വായുവിന്റെ മർദ്ദം ഇവിടെ കുറവാണ്. എന്താണ് ഇവിടെ ഇതിന് കാരണം? ഇവിടെ അതായത് ഇവിടുത്തെ വായു, ഇവിടെയുള്ള വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പൊന്തി. അപ്പൊ ഇവിടെ വെച്ച് തണുത്തിട്ട് ഇവിടെ എന്ത് ചെയ്തു, വായു നല്ല കണ്ടൻസ് ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള വായുവും ഈ വായു കൂടി കൂടിച്ചേർന്ന് ഇവിടെ ഉച്ചമർദ്ദ മേഖലയാണ്. ഇനി ഇവിടുന്ന് വായു എന്ത് ചെയ്യും, മുകളിലോട്ട് ഉയരും. ഉച്ചമർദ്ദ മേഖലയാണല്ലോ. അപ്പൊ ഇവിടേക്ക് എത്തുന്ന വായു ഈ ഭാഗത്ത്, അതായത് ഇവിടേക്ക് എത്തുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലെ വായു ഉപദ്രവീയ മേഖലയിലേക്ക് എത്തും. അതായത് ഈ ഉപോഷ്ണ ഉച്ചമേഖലയിൽ നിന്ന് വായു ഉപദ്രവീയ മേഖലയിലേക്ക്, അതായത് ഈ രണ്ട് ഭാഗത്തേക്ക് എത്തും. അപ്പൊ അവിടെ വെച്ച് വായു പുറത്തേക്ക് ചുഴറ്റി എറിയപ്പെടും. അത് ഇവിടെ വെച്ച് വായു പുറത്തേക്ക് ചുഴറ്റി എറിയപ്പെടും. കൂടാതെ ധ്രുവപ്രദേശത്ത് നിന്നുള്ള തണുത്ത വായു ഉഷ്ണമേഖലയിൽ നിന്നുള്ള ചൂടുള്ള വായു ഇവിടെ കൂട്ടിമുട്ടുന്നു. അതിനാൽ ഇവിടെ മർദ്ദം കുറവായിരിക്കും. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഇവിടെയുള്ള ഉച്ചമർദ്ദ മേഖലയാണല്ലോ. അപ്പൊ ഇവിടുത്തെ വായു ചൂടുള്ളതായിരിക്കും. ഇവിടെയുള്ള ചൂടുവായു ഉപദ്രവീയ മേഖലയിലേക്ക് പോകും, ഉപദ്രവീയ മേഖലയിലേക്ക് ഉയരും. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് വായു ഉപദ്രവീയ മേഖലയിലേക്ക് ഉയരും. ഉപദ്രവീയ മേഖലയിൽ വെച്ച് ഈ വായു ചുഴറ്റി എറിയപ്പെടും പുറത്തേക്ക്. അത് മാത്രല്ല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, തണുപ്പുള്ള സ്ഥലമാണ് ധ്രുവപ്രദേശം. ഇവിടെ നിന്നുള്ള തണുത്ത വായു എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഇറങ്ങും. അപ്പൊ ഇവിടെ നിന്നുള്ള ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നുള്ള ചൂടുള്ള വായു ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നുള്ള തണുത്ത വായുവും ഇവിടെ കൂടിച്ചേരും. അങ്ങനെ ഇവിടെ ന്യൂനമർദ്ദ മേഖല ആയി മാറും. അതാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അപ്പൊ ഭൂമിയുടെ ഭ്രമണം കാരണം ഇവിടുത്തെ തണുത്ത വായു പുറത്തേക്ക് തള്ളപ്പെടുന്നു. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിൽ എന്തുകൊണ്ടാണ് വായു പുറത്തേക്ക് തള്ളപ്പെടുന്നത്? ആ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് വായു പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അപ്പൊ ഇവിടെ വായുവിന്റെ മർദ്ദം കുറവായിരിക്കും. ഇവിടെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അത് മാത്രല്ല, ഇവിടുത്തെ ചൂടുള്ള വായു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലെ ചൂടുള്ള വായു ധ്രുവീയ മേഖലയിലെ ഉച്ചമർദ്ദ മേഖലയിലെ തണുത്ത വായുവും ഇവിടെ എന്ത് ചെയ്യും, കൂടിച്ചേരും. അങ്ങനെ ഇവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടും. അതുകൊണ്ട് അവിടെ മർദ്ദം കുറവായിരിക്കും. അടുത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഈ ഭാഗം 90 ഡിഗ്രി, 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക്. ഇതാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇവിടെ അതിശൈത്യമാണ്. അപ്പോൾ വായു എപ്പോഴും തണുത്ത് താഴെ നിൽക്കും. ഇവിടെ അതിശൈത്യമായതുകൊണ്ട് വായു എപ്പോഴും തണുത്ത് താഴെ നിൽക്കും. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ ഇവിടെ എപ്പോഴും എന്തായിരിക്കും, മർദ്ദം കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.